How was it, Maman? Eta? റൈഡ്സ് എപ്പോഴും എനിക്കൊരു ഹരമായിരുന്നു. പണ്ടാണെങ്കിൽ ഏത് റൈഡ്സിലും കയറാനുള്ളൊരു ധൈര്യവും ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ആളെ തുങ്കുവിനെ, അതായത് റെക്സിനെ പ്രഗ്നൻ്റ് ആയ പിന്നെ ഡെലിവറി കഴിഞ്ഞ് പിന്നെ എനിക്ക് മോഷൻ സിക്നസ് വന്നു തുടങ്ങി. അതുവരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അമ്മേനെ നോക്കുന്നത് ഞാനായിരുന്നു എവിടെയെങ്കിലും പോകുമ്പോൾ. അപ്പോൾ അമ്മ ഛർദ്ദിക്കും, അധിക ദൂരം പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് റോഡ് വഴി പോകുമ്പോൾ, ട്രെയിനിൽ പോകുമ്പോഴൊന്നും ആ ഒരു ബുദ്ധിമുട്ട് അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടാമത്തെ ആളെ പ്രസവിച്ചതിൽ പിന്നെ എനിക്ക് ഈ മോഷൻ സിക്നസ് ഭയങ്കര അധികമായിട്ടുണ്ട്. കാറിലിരിക്കാൻ ആണെങ്കിൽ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഫ്രണ്ടിൽ ഇരുന്നാലും അതും ഫ്രണ്ടിൽ തന്നെ നോക്കിയിരിക്കണം. അതിൻ്റെ ഇടയിൽ മൊബൈൽ നോക്കുമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും സാധനം തിരിഞ്ഞൊന്ന് നോക്കുമോ താഴെ നിന്ന് എടുക്കുമോ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസിയാണ്, വൊമിറ്റ് ചെയ്യും. പിന്നെ ട്രെയിനിൽ കുഴപ്പമില്ല, ഫ്ലൈറ്റിൽ പോലും ഒരു അത്ര റോഡിൻ്റെ അത്ര പ്രോബ്ലം ഇല്ലെങ്കിലും ബട്ട് സ്റ്റിൽ ഇടയ്ക്ക് ആ ഒരു പ്രശ്നം വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൈഡ്സിൽ കയറുന്നത് എനിക്ക് കുറേ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എന്നാലും സഹിച്ച് കടിച്ചു പിടിച്ചിട്ടൊക്കെ ഞാൻ പോകും കേട്ടോ, കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് റൈഡ്സിൽ പോവാനായിട്ട്. അപ്പോൾ ഏട്ടനാണെങ്കിൽ വലിയ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. ഇഷ്ടം മാത്രമല്ല, അത്ര വലിയ റൈഡ്സിൽ പോകാനൊന്നും അത്ര പേടിയും കൂടിയുണ്ട്. പേടി ഇൻ ദ സെൻസ് ഏട്ടന് മോഷൻ സിക്നസ് ഉണ്ട്. ഇപ്പോൾ അത് മാത്രമല്ല, സ്പൈൻ സർജറി കഴിഞ്ഞത് പിന്നെ ഒന്നിലും കയറാൻ പറ്റൂല്ല. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ക്രിസിന് ഈ പറഞ്ഞ മാതിരി കുറേ ഇഷ്ടമാണ് റൈഡ്സിൽ കയറാൻ. തുങ്കുവിനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടുത്തെ ഫെയറിന് പോകുമ്പോൾ പ്രായത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ, കാരണം 6 ഇയേഴ്സേ ആയിട്ടുള്ളൂ. അപ്പം ഹൈറ്റിൻ്റെ പ്രശ്നം, അത് കാരണം തന്നെ ചെറിയ ചെറിയ റൈഡ്സിലൊക്കെ അവൻ കയറി. വലിയ റൈഡ്സിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല തുങ്കുവിന്. എന്നാലും അവൻ അണ്ടർസ്റ്റാൻഡിങ് ആയത് കാരണം കുഴപ്പമില്ല. ക്രിസിന് ആ വലിയൊരു, ഇപ്പം കണ്ടില്ലേ ആ ഒരു റൈഡിൽ കയറാൻ, അത് കയറി കഴിഞ്ഞ പിന്നെ അവന് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അതന്നെ നല്ലൊരു ഫ്രീ ഫോൾ ആയിരുന്നു. ആ ഒരു കുറച്ച് സെക്കൻഡ് ആ ഫ്രീ ഫോൾ ഉള്ളൂ എങ്കിലും ആ സെക്കൻഡിൽ നമ്മുടെ ജീവൻ പോകുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. അതിനകത്ത് നിന്ന് താഴെ ഇറങ്ങിയപ്പോഴാണ് ഒരു ആശ്വാസമായത്. ജീവൻ തിരിച്ചു കിട്ടിയൊരു സന്തോഷം ഉണ്ടായിരുന്നു അതിനകത്ത് നിന്ന് ഇറങ്ങിയപ്പോഴും കേട്ടോ. ഭയങ്കര ടെൻഷനായിരുന്നു. കയറുമ്പോൾ അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ ആ ഒരു മേലെ കയറുമ്പോഴേ ദൈവമേ ഇനിതെങ്ങാനും പൊട്ടി താഴെ വീണാലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. താഴെ വരുമ്പോഴൊരു ആ ഫ്രീ ഫോൾ, എൻ്റെ പൊന്നോ, ശരിക്കും ലിറ്ററലി നല്ല പേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് തുങ്കുവിൻ്റെ ഉണ്ടായിരുന്നത്. തുങ്കുവിൻ്റെത് അത്ര വലിയ ഫോൾ അല്ലെങ്കിലും ബട്ട് അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു റൈഡിന് വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ റൈഡിനാണെങ്കിൽ നല്ല ലൈനായിരുന്നു. ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദൂരം വരെ ലൈനായിരുന്നു. അപ്പോൾ ഓരോ ആൾ ടേൺസ് എടുത്തിട്ടാണ് ആ ലൈനിൽ ഞങ്ങൾ ഫ്രണ്ട് വരെ എത്തി. കുറേ സമയത്തിന് ശേഷം, കുറേ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ആ ഫ്രണ്ടിലെത്തിയത്. എന്നിട്ട് ഞങ്ങൾ അതിൽ കയറി കഴിഞ്ഞപ്പം കംപ്ലീറ്റ്ലി ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ്. എന്നിട്ടിങ്ങനെ പോലെ അതിങ്ങനെ ചുറ്റിക്കറങ്ങും. അതാണ് അതിൻ്റെ പേര്, ഞാനിപ്പം മറന്നുപോയി. ഇത് ഞാൻ ഷൂട്ട് ചെയ്തത് ഇവിടെ അടുത്ത് ഒരു മാസം മുമ്പേ ഫെയർ വന്നപ്പോഴാണ്. അത് കാരണമാണ് ഞാൻ അതിൻ്റെ പേരൊക്കെ മറന്നുപോയത്. ഇവിടെ എഡ്മണ്ടനിൽ തന്നെ, ഞങ്ങൾ ലഡൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. സമ്മറിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഫെയർ ഉണ്ടാവും. എഡ്മണ്ടനിലൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ ലഡൂക്ക് മമ്മേനെയും ഏട്ടനെയും ആ സാധനത്തിന് ഇറങ്ങി വരുമ്പോൾ പെറുക്കിയെടുക്കും. ഏട്ടനെ പെറുക്കും, അമ്മേനെ പെറുക്കും. കാരണം രണ്ടാൾക്കും ബോധമുണ്ടാവില്ലേ. കുലുക്കി മറിച്ച് ഒരു കുലുക്കി ചെറുപ്പത്താക്കിയിട്ട് തിരിച്ചു വരും ഇവരെ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നിലവിളി ശബ്ദം കേൾക്കുന്നത്. തല തിരിച്ചും മറിച്ചും ഒക്കെ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് സർവ്വത്തിനാക്കി. Ready for action? Ready for action, Chris? Tungu ready for to collect them back? പെറുക്കിയെടുക്കാൻ. ഇങ്ങനെ ഛർദ്ദിച്ച് വരുമ്പോൾ നമുക്ക് കോരണ്ടേ.
ഞാനൊരു സീക്രട്ട് പറയട്ടെ, നിങ്ങൾ ആരോടും പറയരുത് കേട്ടോ. ഞങ്ങളങ്ങനെ 1 മണിക്കൂറിന് ശേഷം അവിടെ ഫ്രണ്ടിലെത്തി. അടുത്ത ചാൻസ് ഞങ്ങളുടെയാണ് കേട്ടോ. അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും പേടിയും എക്സൈറ്റ്മെൻറ്റും എല്ലാം ഞങ്ങളുടെ മുഖത്ത് നല്ലപോലെ കാണാം. Who's waiting? Chris? How are you feeling both? You're going to enjoy? Okay. Good luck for the enjoyment. Love you both. And my little one is standing here and watching. Come on, Chris. Good luck. See you soon. You're going to the other side. അങ്ങനെ Okay, okay. Sorry, കയറാൻ come. പോവാണ്. ചെറിയൊരു പേടി പക്ഷേ ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. എനിക്ക് ലിറ്ററലി പേടിക്കുന്നുണ്ടായിരുന്നു. കാരണം മോൻ്റെ കൂടെ പോവും വേണം, എന്നാലും ചെറിയൊരു പേടിയുണ്ട്. പക്ഷെ മുൻപൊന്നും എനിക്ക് ഇത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. സീരിയസ്ലി എനിക്ക് ആ സമയത്ത് വീട്ടിലാക്കാനാണ് എനിക്ക് പറഞ്ഞുകൂടാ. പക്ഷെ ഇപ്പം ന്യൂസുകളൊക്കെ കണ്ടിട്ടാവാം അതിനകത്തൊരു പേടിയില്ല. പിന്നെ അഫ്കോഴ്സ് വൊമിറ്റ് ചെയ്യുമോ എന്നുള്ള നല്ലൊരു പേടിയുണ്ടായിരുന്നു. വൊമിറ്റ് ചെയ്താൽ ഇതൊരു കവർ പോലും Number 1 and number 2. They're in number 2. We're waiting for them to go out. സോ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞു സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കേൾക്കണ്ട, അതിന് ഇങ്ങനെ പോയി അടുത്താളെ കേൾക്കാൻ മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ ഈ ഒരു സൈഡിലേക്ക് യൂട്യൂബിലൊക്കെ വിളിച്ചാൽ ആവശ്യമില്ല. പക്ഷേ വീട്ടിൽ കയറിയിട്ട് മുതൽ ഡ്രസ്സ് ആകെ ഏട്ടൻ കരഞ്ഞ കാരണമാണ് ടിക്കറ്റ് തിരിച്ചു പക്ഷെ ലക്കിലി ഈ ഒരു സൈഡ് കൊണ്ടുപോകാൻ വേണ്ടി നിന്നിരുന്നു. അത് കാരണം മാത്രം ഞങ്ങൾ കണ്ടു, ഏട്ടനോട് പറഞ്ഞു ഇതാണ് അവസ്ഥ. ഏട്ടൻ ഓക്കെ പൊയ്ക്കോ പൊയ്ക്കോ കേൾക്കുന്നുണ്ടായിരുന്നില്ല, ആക്ഷനോട് മാത്രം പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഒട്ടും പറ്റുക കാരണം ആകെ പാനിക്കൊക്കെ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചു തരാറില്ല. മോൻ്റെ അവസ്ഥ കണ്ടിട്ട് വീഡിയോ എടുത്തിട്ടില്ല. ഞങ്ങളുടെ വീഡിയോ അങ്ങനെ ബാക്കി റൈഡ്സ് അതൊരു ഞങ്ങൾ ഒരു അവസ്ഥയിൽ കൂടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അത്രയും ഇൻട്രസ്റ്റോട് കൂടെ പോയിട്ട് എന്താ സംഭവിച്ചതാണ് അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ. അപ്പോൾ പക്ഷെ അതൊക്കെ മാറി അടുത്ത റൈഡിൽ അവൻ കയറി എൻജോയ് ചെയ്തു, ഫുഡ് കഴിച്ചു, റൈഡിൽ കയറിയൊക്കെ അടിപൊളി ഒരു ഡേ ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ കാനഡയിൽ വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ലീവുള്ള സമയത്തായിരുന്നില്ല. പിന്നെ ഞാനായിട്ട് കൊണ്ടുപോവുകയില്ല. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് മടിയാണ്. ഏട്ടനുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് പോകുന്നത് അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ്സ് സംതിങ് എമർജൻസി, അല്ലെങ്കിൽ ഭയങ്കര എനിക്ക് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനാണെങ്കിൽ പോലും എനിക്ക് ഏട്ടനെടുത്ത് അത്രയ്ക്ക് വീട്ടിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. അഫ്കോഴ്സ് ഞാൻ രാവിലെയും വൈകുന്നേരം ഞാൻ കുട്ടികളൊക്കെ ഡ്രോപ്പിങ്ങിനൊക്കെ പോകുന്ന ഒരാളാണ്. പക്ഷേ കുറച്ച് മടിയാണ്. ആൾക്കാരൊക്കെ വിചാരിക്കാറുണ്ട് ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്, അല്ലെങ്കിൽ ആൾക്കാരോടൊക്കെ നന്നായി സംസാരിക്കുന്ന വളരെ ടോക്കറ്റീവായിട്ടുള്ള ഒരാളാണെന്നാണ് മിക്ക ആൾക്കാർ എനിക്ക് കാണുന്ന ഫ്രണ്ട്സ് പോലും പുതിയതായി പരിചയപ്പെട്ട ഫ്രണ്ട്സ് പോലും അങ്ങനെ വിചാരിക്കാറ്. പക്ഷേ ഞാനത് എൻ്റെ ഒരു കംഫർട്ട് സോൺ മാത്രം ഞാൻ ചെയ്യാറില്ല. അമ്മ ഇവിടെ ടെൻഷനിലാണ്. ഇവർ 4 പേര് കംഫർട്ടബിളാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഇല്ലാത്ത സമയത്ത് പാട്ടിന് വിളിക്കാൻ പോകാൻ കുറച്ച് മടിയോ എനിക്ക് അറിഞ്ഞൂടാ. അതാണ് എൻ്റെ ഒരു അവസ്ഥ. സോ നെക്സ്റ്റ് റൈഡിൽ അവർ കയറി മാത്രമാണ് അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അത് ഫുൾ ഔട്ട് ഓഫ് ഗ്രാവിറ്റിയിലാണ്. ആൾക്കാരല്ല കുട്ടികളാണ്. അമ്മയ്ക്കായിരുന്നു ടെൻഷൻ. തുമ്പു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി തുമ്പു ഫുൾ എൻജോയ് ചെയ്യുന്നുണ്ട്. തുമ്പു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് Tungu and Etta, smiling faces but tired.
How was it? How was it, big boys? Fun? I still feel like I'm on that thing. It's zero gravity. It was not zero gravity. അങ്ങനെ ഞങ്ങൾ മിക്ക എല്ലാ റൈഡ്സിലും കയറി. ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാനും ഏട്ടനും, ഞാൻ കുറച്ച് ഇത് കയറി, ഏട്ടൻ ഒന്നിലും കയറിയില്ല. സർജറി ഉള്ളത് കാരണം തന്നെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. അവരെന്തായാലും അടിച്ചു പൊളിച്ചു. എനിക്ക് എല്ലാ റൈഡ്സിലും കയറാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് വന്നപ്പോഴാണ് അവിടെ റോഡിയോ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും ഹോഴ്സിനെയും അതുകൂടാതെ ഈ ആൾക്കാർ അതിനെ റൈഡ് ചെയ്യുന്ന കാണാൻ എന്തൊരു രസമാണെന്നറിയോ. അതാണെങ്കിൽ പെൺപിള്ളേരാണെങ്കിലും ആൺപിള്ളേരാണെങ്കിലും ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ മേലെ ഇരുന്നിട്ട് അതൊന്ന് റൈഡ് ചെയ്യുന്ന കാണാൻ. ഭയങ്കര ഒരു എലഗൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാണുമ്പോൾ നമുക്കൊന്ന് കൊതി തോന്നുകയോ നമുക്കൊന്ന് അത് ഓടിക്കാൻ പഠിച്ചിരുന്നെങ്കിൽ എന്ന്. പക്ഷേ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ ഇത് ഓടിക്കാൻ പഠിക്കുക എന്നുള്ളത്. പക്ഷെ അത് കാണാൻ എന്തായാലും ഭയങ്കര രസമായിരുന്നു. ഇത് അവരുടെ പ്രാക്ടീസ് നടക്കുന്നതായിരുന്നു കേട്ടോ. ഞങ്ങൾ റോഡിയോ ആയിട്ട് കാണാൻ പറ്റില്ല, പ്രാക്ടീസ് സെഷനാണ് അവിടെ ഫുള്ള് നടന്നുകൊണ്ടിരുന്നത്. അത് കണ്ട് കുറേ നേരം ഇരുന്നു. അതുകൂടാതെ അവിടെ 2 ഹോഴ്സിനെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതിനെ കണ്ടുകൊണ്ടിരിക്കാൻ, അതിൻ്റെ അടുത്ത് പോകാനൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കി ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ ന്യൂ എക്സ്പീരിയൻസസ് ആണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഓരോന്നും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ കൺട്രിയിൽ പുതിയതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. 3 കൊല്ലം ആവാറായി. എന്നാൽ ഇപ്പോഴും കുറേ കാര്യങ്ങൾ കാണാനും പഠിക്കാനൊക്കെ ഉണ്ടെന്ന് തോന്നാറുണ്ട് കേട്ടോ പുതിയ കൺട്രിയിൽ വന്നിട്ട്. അപ്പോൾ നമുക്ക് പുതിയ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.